അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണോ സ്ഥലം? അതെ, ട്രിവാൻഡ്രം തന്നെയാണ്. എല്ലാവരും ഇവിടെ തന്നെയാണ്. ഓക്കെ. അപ്പം IFFK എന്ന് പറയുമ്പം ട്രിവാൻഡ്രംകാർക്ക് ഒരു പ്രത്യേക ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഈ കൊല്ലത്തെ ആണോ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്, അതോ മുന്നത്തെ കൊല്ലങ്ങളിലായിരുന്നു? മുൻകൊല്ലങ്ങളെ സംബന്ധിച്ച് ഒരു ടാഗോറിൻ്റെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നല്ല ക്രൗഡ് ഇതിനെക്കാട്ടി നല്ലൊരു ഇതുണ്ടായിരുന്നു. മുൻപത്തേക്കാൾ വർഷം തന്നെ ആൾ കുറവായിട്ടൊരു ഫീലുണ്ട്. പഴയതുപോലെ IFFKയുടെ തള്ളലില്ല. ഒരു അത് തോന്നലില്ല, സത്യമാണ്. നമ്മൾ കഴിഞ്ഞ ഇത്രയും വർഷത്തിലും വളണ്ടിയറായിരുന്നു, എല്ലാം ആയിരുന്ന ആളാണ് നമ്മൾ 3 പേരും. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ടുണ്ട് 2016 തൊട്ട് ഇവിടെ IFFK കാണുന്ന ആൾക്കാരാണ്. അപ്പം അത്രയും വർഷങ്ങൾ സംബന്ധിച്ച് ഈ വർഷം ആൾ കുറവാണ്. അതാണ് അഭിപ്രായം. സ്റ്റേജ് ഒന്നാമത്തെ കാര്യം, സ്റ്റേജ് ഇവിടെ എല്ലാം ഈവനിങ്ങിനൊക്കെയുള്ള പരിപാടിയെല്ലാം മാനവ്യത്താക്കി. അതാണ് ഇവിടുത്തെ ആൾക്കാർ കുറേയുള്ള കാരണം. ഇതന്നെ പറയാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ കാതൽ എന്ന് പറഞ്ഞ സിനിമ ഇപ്പം IFFKയിലും അതുപോലെ പുറത്തെ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് കിട്ടിയത്. അപ്പം എന്നാൽ പോലും അതിനകത്തും നെഗറ്റീവ് പറയുന്നവരുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ആ കാതൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി 2ാം ദിവസം കണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കതിൽ തോന്നിയ അഭിപ്രായം എന്ന് പറയുന്നത്, എന്താ IFFKയിൽ ആ കാതൽ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നത് ഏറ്റവും നല്ലതായ ഒരു കാര്യം തന്നെയാണ്. കാരണം ആ പടം ഇതാണെന്നും പറഞ്ഞ് പോയി കാണുന്നവർ കണ്ടതിന് ശേഷമാണ് ആൾക്കാർക്ക് അതിലൊരു മനസ്സിലാവുന്നത്. ആ രീതിയിൽ ചെയ്തത് കൊണ്ട് എന്തുകൊണ്ട് കാതൽ എന്ന് പറയുന്ന നല്ലൊരു മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത് സമൂഹത്തിൽ. അതാണ് അഭിപ്രായം. അപ്പം ഈ കൊല്ലം നമുക്ക് തിയേറ്ററിൽ, അതായത് IFFKയിലല്ല, പുറത്തിറങ്ങിയതിൽ ഒരുപാട് നല്ല സിനിമയുണ്ട്, ഒരുപാട് മോശം സിനിമയുണ്ട്. അപ്പോൾ അതിൽ കണ്ടൊരു നല്ല സിനിമ, ഒരു മോശം സിനിമയും പറയാമോ? അതായത് നമ്മളെ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളിൽ നോക്കണമെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടിയായിട്ട്, തിയേറ്ററിൽ നിന്ന് പറയാൻ വേണ്ടി മെസ്സേജ് ഇങ്ങനെ സമൂഹത്തിലുള്ള ഒരു കാര്യങ്ങൾ എടുത്തു കാണിക്കാൻ വേണ്ടി പറ്റിയ പടം കാതൽ പോലെയുള്ള പടങ്ങൾ നല്ല പടങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോശപ്പെടായിട്ട് തോന്നിയിട്ടുള്ളത് ലിയോ ഒക്കെ പോലെയുള്ള പടങ്ങളെ കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ച ഒരു സാധനം കിട്ടാത്ത സാധനമാണ്, അതേ തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള പടങ്ങൾ അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് കണ്ടതിന് ശേഷം അഭിപ്രായം പറയുള്ളൂ. അതുകൊണ്ട് കണ്ടവരെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്ക് കണ്ടപ്പോൾ അതാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.